ചോക്ക്. ടോമോ വിദ്യാർത്ഥികൾ ഒരിക്കൽ പോലും അന്യരുടെ ചുവരുകളും പൊതുനിരത്തുകളും കുത്തിവരച്ച് വൃത്തികേടാക്കിയില്ല. കാരണം അതൊക്കെ യഥേഷ്ടം ചെയ്യാനുള്ള സൗകര്യം സ്കൂളിൽ തന്നെയുണ്ട്. അസംബ്ലി ഹാളിലെ മ്യൂസിക് പീരീഡുകളിൽ മാസ്റ്റർ ഓരോ വിദ്യാർത്ഥിക്കും ഓരോ വെള്ളച്ചോക്ക് വീതം നൽകും. വിശാലമായ തറയിൽ തങ്ങൾക്കിഷ്ടമുള്ള സ്ഥാനം ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാം. അവിടെ ഇരിക്കുകയോ കിടക്കുകയോ ആവാം. ചോക്കുകൾ കയ്യിൽ മുറുകെ പിടിച്ച് അവർ തയ്യാറായി കഴിഞ്ഞാൽ മാസ്റ്റർ പിയാനോ പ്രവർത്തിപ്പിച്ചു തുടങ്ങും. ഇനി കുട്ടികൾക്ക് തങ്ങളുടെ ജോലി ആരംഭിക്കാം. പിയാനോയിൽ നിന്നുയരുന്ന സംഗീതത്തിന്റെ സ്വരരേഖകൾ അവർ തറയിൽ വരച്ചിടും. ഇളം തവിട്ട് തടിയുടെ മിനുസമായ പ്രതലത്തിൽ ചോക്കുകൊണ്ട് വരകൾ നെയ്യുക രസകരമാണ്. അസംബ്ലി ഹാളിലെ അതിവിശാലമായ തറ, അതിന്റെ വിവിധ കോണുകളിൽ തലങ്ങും വിലങ്ങുമായി ഇരിപ്പുറപ്പിച്ചിരിക്കുന്നതോ മൂന്നാം തരത്തിലെ 10 കുട്ടികൾ മാത്രം. ഓരോരുത്തർക്കും തങ്ങൾക്ക് ആവശ്യമുള്ളത്ര വലിപ്പത്തിൽ സംഗീത വീജികൾ കുറിച്ചിടാനായി ഇഷ്ടം പോലെ സ്ഥലം. ആർക്കും മറ്റൊരാളുടെ മേഖലയിലേക്ക് കയ്യേറ്റം നടത്തേണ്ടി വരുന്നില്ല. അടിസ്ഥാനമായി വരയ്ക്കാറുള്ള പതിവ് നേർരേഖകൾ തറയിൽ ഒഴിവാക്കപ്പെട്ടിരുന്നു. വെറും സംഗീത ചിഹ്നങ്ങൾ മാത്രം. എല്ലാ സംഗീത ചിഹ്നങ്ങൾക്കും ടോമോയിൽ പ്രത്യേകമായ ചില പേരുകളുണ്ടായിരുന്നു. കുട്ടികൾ മാസ്റ്ററുമായി ആലോചിച്ച് തീരുമാനിച്ച വ്യത്യസ്തമായ പേരുകൾ നോക്കൂ. 2 ഹാഫ് നോട്ട്സ്. സ്കിപ്പ് എന്നാണ് ഈ ചിഹ്നത്തിന്റെ പേര്. കാരണം താളത്തിൽ ചാടാൻ ഈ ഈണം ഉത്തമമത്രേ. 8th നോട്ട്. കാഴ്ചയ്ക്ക് കൊടി പോലെ ആയതിനാൽ ഇതിനു പേര് കൊടി. 2 ക്വാർട്ടർ നോട്ട്സ്. ഇത് കൊടിയോട് കൊടി. 16th നോട്ട്. ഇത് ഇരട്ടക്കൊടി. ക്വാർട്ടർ നോട്ട് കറുപ്പ്. ഹാഫ് നോട്ട് വെളുപ്പ്. ഹോൾ നോട്ട് വട്ടം. ഈ രീതിയിലാണ് അവർ സംഗീത ചിഹ്നങ്ങൾ ഹൃദ്യസ്ഥമാക്കിയത്. സംഗീത ക്ലാസുകളെ അവർ വല്ലാതെ കണ്ട് സ്നേഹിച്ചു. അതവരെ ഹരം കൊള്ളിച്ചു. മാസ്റ്ററുടെ തലയിൽ ഉദിച്ച ആശയമായിരുന്നു ഈ നിലത്തെഴുത്ത്. പുസ്തകത്താളുകൾക്ക് വലിപ്പം തീരെ പോരാ. ബ്ലാക്ക് ബോർഡുകളാണെങ്കിൽ എണ്ണത്തിൽ കുറവും. അസംബ്ലി ഹാളിന്റെ തറ ഒരു പടുകൂറ്റൻ ബ്ലാക്ക് ബോർഡായി ഉപയോഗിക്കാമെന്ന് മാസ്റ്റർ മനസ്സിലാക്കി. അവിടെ എത്ര വേഗതയിലുള്ള സംഗീതവും കുട്ടികൾക്ക് അനായാസം കുറിച്ചിടാം. അവർക്ക് തങ്ങൾക്കിഷ്ടമുള്ള വലിപ്പം ഓരോ ചിഹ്നത്തിനും നിശ്ചയിക്കാം. എല്ലാറ്റിനുമുപരി സംഗീതം നേരാംവണ്ണം ആസ്വദിക്കാനുമാവും, മാസ്റ്റർ വിചാരിച്ചു. ചിലപ്പോൾ ഓരോ സംഗീത ശകലത്തിനുമിടയിൽ കൂടുതൽ സമയം ലഭിച്ചെന്നിരിക്കും. അത്തരം ഇടവേളകളിൽ കുട്ടികൾ വിമാനങ്ങളെയും പാവകളെയും സൃഷ്ടിച്ചു. തങ്ങൾക്കിഷ്ടമുള്ള മറ്റു പലതും വരച്ചു. ചില സന്ദർഭങ്ങളിൽ ഒരു നേരം പോക്കിനു വേണ്ടി അവർ തങ്ങളുടെ വരകൾ കൂട്ടിമുട്ടിച്ചു. അപ്പോഴാകട്ടെ അസംബ്ലി മന്ദിരത്തിന്റെ തറയാസകലം ഒരു കൂറ്റൻ കളമെഴുത്തായി മാറി. മ്യൂസിക് ക്ലാസിന്റെ ഇടനേരങ്ങളിൽ മാസ്റ്റർ സ്റ്റേജിൽ നിന്ന് താഴേക്കിറങ്ങി വരും. ഓരോ സംഗീതക്കളമായി പരിശോധിക്കും. ആഹാ, വളരെ നന്നായിട്ടുണ്ടല്ലോ, ചിലപ്പോൾ അദ്ദേഹം പറയും. മറ്റു ചിലപ്പോൾ തെറ്റി, അതൊരു കൊടിയോട് കൊടിയല്ലല്ലോ, സ്കിപ്പ് എന്ന് തിരുത്തിയാട്ടെ എന്നായിരിക്കും പറയുക. തിരുത്തും അഭിപ്രായ പ്രകടനവും അവസാനിച്ചാൽ അതേ സംഗീതം ഒന്നുകൂടി ആവർത്തിക്കുകയായി. അപ്പോൾ തങ്ങളുടെ രേഖകൾ വീണ്ടും പരിശോധിക്കാനും അവയുമായി ഒരാത്മബന്ധമോ തഴക്കമോ സ്ഥാപിച്ചെടുക്കാനും കുട്ടികൾക്ക് കഴിയും. എത്ര തിരക്കുണ്ടായാലും ശരി, ഈ ക്ലാസ് മറ്റാരെയും ഏൽപ്പിക്കാതെ സ്വയം കൈകാര്യം ചെയ്യാൻ മാസ്റ്റർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കുട്ടികൾക്കാകട്ടെ കൊബായാഷി മാസ്റ്റർ ഇല്ലാത്ത സംഗീത ക്ലാസുകളെക്കുറിച്ച് ആലോചിക്കാനേ കഴിഞ്ഞിരുന്നില്ല. സംഗീത പഠനങ്ങൾക്ക് ശേഷമുള്ള തറ വൃത്തിയാക്കൽ ഒരു കടുത്ത ജോലി തന്നെയാണ്. ആദ്യമായി ഒരു ബ്ലാക്ക് ബോർഡ് ഡസ്റ്റർ ഉപയോഗിച്ച് എഴുത്തു മുഴുവനും മായ്ക്കണം. ശേഷം ചൂലും പഴന്തുണിയും കൊണ്ട് കാര്യമായൊരു ബലപ്രയോഗം. ഇത്രയും ആകുമ്പോഴേ പഴയ പ്രതലം മിനുപ്പോടുകൂടെ തിരികെ കിട്ടൂ. ഊർജം കുറച്ചൊന്നുമല്ല ചിലവാക്കേണ്ടി വരിക. ചോക്കിന്റെ കുരുത്തം കെട്ട കുത്തിവരകൾ മായ്ച്ചെടുക്കാൻ വേണ്ട അധ്വാനം എന്തെന്ന് പഠിക്കുകയായിരുന്നു കുട്ടികൾ. അതുകൊണ്ട് അസംബ്ലി ഹാളിലെ തറയിലല്ലാതെ മറ്റൊരിടത്തും അവർ ചിത്രരചന പരീക്ഷിക്കാൻ ഒരുമ്പിട്ടില്ല. എന്നല്ല, കണ്ടിടത്തെല്ലാം കുത്തിവരച്ച് നടക്കാനുള്ള അവരുടെ സഹജമായ തൃഷ്ണയെ 2 ആഴ്ചയിലൊരിക്കൽ നടക്കാറുള്ള ഈ സംഗീത ക്ലാസും കളമെഴുത്തും പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുകയും ചെയ്തു. ക്രമേണ ടോമോ വിദ്യാർത്ഥികൾ ചോക്ക് വിഷയത്തിലെ യഥാർത്ഥ വിദഗ്ധന്മാരായി മാറി. അവരോട് ചോദിച്ചു നോക്കൂ, ഏത് തരം ചോക്കാണ് നല്ലത്, എങ്ങനെയാണത് പിടിക്കേണ്ടത്, ഏത് രീതിയിൽ ഉപയോഗിച്ചാലാണ് നല്ല വര കിട്ടുക, ചോക്ക് ഒടിയാതിരിക്കാനുള്ള മാർഗമെന്ത്,
ആധികാരികമായ ഉത്തരങ്ങളായിരിക്കും കിട്ടുക. അതെ, ഓരോ ടോമോ വിദ്യാർത്ഥിയും ഓരോ ചോക്ക് വിദ്വാൻമാർ തന്നെയായിരുന്നു.